ഹലോ. കസ്റ്റമർ ഇല്ലാതെ ധാരാളം ബിസിനസ് ഓണേഴ്സ് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്നവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാലഞ്ചെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിതാണ്: ഏതെല്ലാം മാർഗങ്ങളിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഫ്ലോ ഉണ്ടല്ലോ, അത് മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുള്ളൂ. ഏതെല്ലാം പുതിയ മാർഗങ്ങൾ എനിക്ക് യൂസ് ചെയ്യാം, ഈ പുതിയ മാർഗങ്ങൾ യൂസ് ചെയ്ത് എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ, നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നവരല്ല, വന്നുകൊണ്ടിരിക്കുന്നവരെ വീണ്ടും വരുത്തുന്ന രീതിയല്ല ഞാൻ പറയണം, പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ആ ബിസിനസ് വളരുള്ളൂ, നിങ്ങൾക്ക് നല്ല രീതിയിൽ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം മോഡേൺ രീതികൾ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം, സെയിൽ വർദ്ധിപ്പിക്കാം, സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം, നമുക്ക് സെയിൽ വർദ്ധിപ്പിക്കാം. ഇതാണ് ഈ കോഴ്സ്. ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. കാരണം ഇന്നത്തെ മോഡേൺ ഏജിൽ സോഷ്യൽ മീഡിയയിൽ ധാരാളം അറ്റൻഷൻ ഉണ്ട്. മാർക്കറ്റിങ്ങിൻ്റെ അടിസ്ഥാന കാര്യത്തിൽപ്പെട്ടതാണ്, എവിടെയാണോ ആളുകൾ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ നമ്മൾ പരസ്യം ചെയ്യണം. പണ്ട് പ്രിൻ്റ് മീഡിയ ആയിരുന്നു, റേഡിയോയുടെ കണ്ടുപിടുത്തം വന്നപ്പോൾ റേഡിയോയിലേക്കായി, അവിടുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, കളർ TV, ഇപ്പോൾ സോഷ്യൽ മീഡിയ, മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളെല്ലാം വന്നു നിൽക്കുകയാണ്. അപ്പോൾ എവിടെയാണോ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി വരെയും സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ പോലെ ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ കോസ്റ്റിൽ അല്ലെങ്കിൽ അധിക സമയം നോ കോസ്റ്റിൽ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഇന്ന് നിലവിലില്ല. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത്, ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഒരു സ്മോൾ ബിസിനസ് ഓണറാണ് നിങ്ങൾ, അല്ല ബിസിനസ്സിലേക്ക് അങ്ങ് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, ഇങ്ങനെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എങ്ങനെ, ഏതെല്ലാം മാർഗങ്ങളിലൂടെ എനിക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയ അധിക പേരും അങ്ങനെ ഉപയോഗിക്കണില്ല, ബിസിനസ്സിനായിട്ട് ഉപയോഗിക്കണില്ല. അവർ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ്സിനായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രം ഉപയോഗിക്കും. അവിടെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ എൻ്റെ ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ധാരാളം കസ്റ്റമേഴ്സിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നില്ല പല ബിസിനസ് ഓണേഴ്സും. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും. നിങ്ങളെപ്പോഴും പരീക്ഷണങ്ങൾ നടത്താൻ റെഡി ആയിട്ട് നിൽക്കണം. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് പുതിയ മാർഗ്ഗങ്ങൾ എവിടെയൊക്കെയാണ്, ഏതെല്ലാം മാർക്കറ്റിംഗ് രീതിയിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, മറ്റ് രീതികളും നിങ്ങൾ പരീക്ഷിക്കണം. വേറെ ഏതെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും. ഇത്തരത്തിലുള്ള ചിന്തയുള്ള ഒരു ബിസിനസ് ഓണർക്ക് മാത്രമാണ് ആ ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും പുതിയ വിഭാഗം കസ്റ്റമർ വന്നേ തീരും. 2 രീതിയിലാണ് നമുക്കൊരു ബിസിനസ് വളർത്താൻ സാധിക്കുക. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും അത് പറയാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിറ്റുകൊണ്ട്. ഈ 2 രീതിയിലാണ് നമുക്കൊരു ബിസിനസ് വളർത്താൻ പറ്റുക. നിലവിലുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾ കൂടുതൽ വിൽക്കുന്നുണ്ടാവും, പക്ഷേ പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് അവിടെ നിൽക്കാൻ പാടില്ല. നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിൽക്കുന്നതോടൊപ്പം തന്നെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ നമുക്ക് ആ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. ഈ കോഴ്സിൽ നിങ്ങൾ പങ്കെടുത്താനുള്ള ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ ടൈം അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രവാസികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം, നാട്ടിലുള്ളവർക്കും ജോയിൻ ചെയ്യാം. പൂർണ്ണമായിട്ടും ഓൺലൈനിലായിരിക്കും. അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് മാത്രം
എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജോലിയുടെ ഇടക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ലൈവായിട്ട് വന്നിരിക്കേണ്ട കാര്യമില്ല. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെക്കോർഡഡ് വീഡിയോസിലൂടെ ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് പിന്നീട് എന്ത് സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കയറി നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തി സെയിൽ വർദ്ധിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ബിസിനസ് ഓണർക്കും ഇതിൽ പങ്കെടുക്കും. ഇനി നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോയാണ്, അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും, വെക്കേഷന് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ തീരുമാനിച്ച് ഉറപ്പിച്ചു എന്തായാലും ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച, നിലവിൽ ബിസിനസ് ഓണർ അല്ലാത്ത എന്നാൽ തീരുമാനിച്ച് ഉറപ്പിച്ച വിഭാഗം ആളുകൾക്കും ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലരും പറയാറുണ്ട് അവർ ബിസിനസ് ചെയ്തത് ഇത് പഠിച്ചിട്ടാണോ, ഇവർ ബിസിനസ് ചെയ്തിട്ട് ഇത് പഠിച്ചിട്ടാണോ, അവർക്ക് ഇത്ര ക്ലാസ്സിൻ്റെ എഡ്യൂക്കേഷൻ അല്ലേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ എല്ലാം കമ്പനികൾ നിങ്ങൾ എടുത്തു നോക്കുക, അതിൻ്റെ മാനേജർക്ക് വിദ്യാഭ്യാസമല്ലേ, ആ അക്കൗണ്ടൻറ്റിന് വിദ്യാഭ്യാസമല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് വിദ്യാഭ്യാസമല്ലേ, മാർക്കറ്റിംഗ് ടീമിൻ്റെ ഹെഡിന് വിദ്യാഭ്യാസമല്ലേ, സെയിൽസ് ടീമിൻ്റെ ഹെഡിന് വിദ്യാഭ്യാസമല്ലേ. എന്താ അവിടെയൊന്നും അവർ 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഉള്ളവരെ വെക്കാത്ത? കാരണം എഡ്യൂക്കേഷൻ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അവർക്കറിയാം. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ആ ബിസിനസ് ഓണർക്ക് ഒരു പക്ഷേ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, വീട്ടിലെ സാഹചര്യം മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട്. പക്ഷെ അതിനർത്ഥം അവർ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല. അപ്പം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും മോഡേൺ മാർക്കറ്റിംഗ് രീതികൾ നമ്മൾ പരീക്ഷിച്ചേ മതിയാവും. എങ്ങനെ മാക്സിമം എണ്ണം കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാം. കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ല് തന്നെയാണ്. ആ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് തന്നെയാണ്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പരാജയപ്പെട്ടാലും അടുത്ത ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാം. നാട്ടിലെ ബിസിനസ്സിൽ ആ മാർക്കറ്റിംഗ് പരാജയപ്പെട്ടാലും പുറത്ത് നമുക്കത് പരീക്ഷിക്കാം. ഇത് യൂണിവേഴ്സലാണ്. സ്ഥലവും സമയവും ഒക്കെ മാറുന്നതോടും ഇതിന് വ്യത്യാസം വന്നില്ല. എല്ലാ ബിസിനസ്സിലും വേണ്ട ഈ യൂണിവേഴ്സൽ സ്കില്ലാണ്. കസ്റ്റമർ ഇല്ലാതെ ഏത് ബിസിനസ്സാണ് സർവൈവ് ചെയ്യുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സാണ് നമ്മളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്ന വിഭാഗം. ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ചിലരൊക്കെ നല്ല എംപ്ലോയീസിനെ കിട്ടാൻ വേണ്ടി പരസ്യം കൊടുക്കാനായിട്ടുണ്ട്. കസ്റ്റമറെ കണ്ടെത്താനായിട്ട് അവർ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? നമുക്ക് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കണം. കൂടുതൽ കസ്റ്റമേഴ്സ് കടന്നു വന്നാലാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ വരുമാനം കൂടുള്ളൂ. ആ കസ്റ്റമർ വൺസ് നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ എങ്ങനെ നമുക്ക് അപ്സെല് ചെയ്യാം, അവർ ഒരു തവണ ഇനീഷ്യൽ ട്രാൻസാക്ഷൻ നടത്തി പോയതിന് ശേഷം വീണ്ടും എങ്ങനെ അവരെ കൊണ്ട് എടുപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ ഫ്ലോ വേണം. ആ ഫ്ലോ നിങ്ങൾക്ക് ഈ കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ലഭിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളാണ്, ബിസിനസ് ഓണറാണ്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ വരും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.